ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ ആണ് വണ്ടി ഓയിൽ തീർന്ന് ഓടി പിസ്റ്റൺ കംപ്ലയിൻ്റ് ആയിട്ട്, പിസ്റ്റൺ സിലിണ്ടർ തേയ്മാനം വന്ന് കംപ്ലയിൻറ്റ് വന്നിരുന്ന വണ്ടിയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്, എത്രത്തോളം അത് കംപ്ലയിൻറ്റ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ അതിൻ്റെ പിസ്റ്റൺ നോക്കുമ്പോൾ സിലിണ്ടറിനകത്ത് നല്ല രീതിയിൽ ഉരുകി പിടിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. സിലിണ്ടറിൻ്റെ ഉള്ളിലും നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്, നല്ലോണം പിസ്റ്റൺ പിടിച്ചുകൊണ്ട് സിലിണ്ടറിൽ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സിലിണ്ടറും പിസ്റ്റണും ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വാൽവ്, എക്സോസ്റ്റ് വാൽവ് ഗൈഡ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഗൈഡ് അത്യാവശ്യം ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ലേത്തി കൊടുത്ത് റെഡിയാക്കേണ്ടതാണ്. 2 വാൽവ് മാറ്റേണ്ടി വരും. ഈ വാൽവിൻ്റെ ഗൈഡ്, വാൽവ് ഗൈഡ് എന്ന് പറയുന്നത് ആ വാൽവ് ഇറങ്ങിപ്പോകുന്ന യൂണിറ്റ്, അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട്. കൂട്ടത്തിക്കടെ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ 2 സൈഡിലുള്ള ബെയറിങ്ങുകൾ ചേഞ്ച് ചെയ്തിടണം. കാരണം ഈ ഒരു ബെയറിങ്ങിൻ്റെ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നിലവിൽ വണ്ടി ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ വന്ന ഭാഗമാണ്, പിടുത്തം വന്ന ഭാഗങ്ങളാണ് ഈ ബെയറിങ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെയറിങ്ങിന് ഹീറ്റിങ് പെട്ടെന്ന് ഹീറ്റാവും, ലൂബ്രിക്കേഷൻ കിട്ടാണ്ട് വരുമ്പോൾ ഹീറ്റിങ് വരും. ഓൾറെഡി അതിൻ്റെ ബോളുകൾ ഡാമേജിലേക്ക് പോകും. അതാണ് സംഭവിച്ചത്. ഈ ഓർണം മാത്രമാണ്, വലുത് മാത്രമാണ് കംപ്ലയിൻ്റ് ഉള്ളൂ. പക്ഷേ നമുക്ക് മാറ്റുമ്പോൾ രണ്ടും കൂടി സെറ്റായിട്ട് മാറ്റാനേ പറ്റുള്ളൂ. പിന്നെ സിലിണ്ടർ പിസ്റ്റൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, സിലിണ്ടർ പിസ്റ്റൺ ഒരു പ്രാവശ്യം നമ്മൾ റിപ്പയർ ചെയ്ത് എടുത്തേക്കണതാണ്, ബോർ ചെയ്താണ് പിസ്റ്റണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് നമുക്ക് ഇനി ഒരു ബോറിങ് സക്സസ് അല്ല. അപ്പോൾ നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി മാറ്റി പുതിയിടേണ്ടി വരും. സിലിണ്ടറും ഈ പിസ്റ്റണും പിന്നടക്കം വരുന്ന കിറ്റ് മാറ്റിയാലാണ് നമുക്ക് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതിൻ്റെ എന്തെങ്കിലും സിലിണ്ടർ ഭാഗം അഴിക്കുന്ന സമയത്ത് നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യും, എയർ ഫിൽറ്റർ നോക്കിയിട്ട് അതനുസരിച്ച് മാറ്റിനടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. വീലുകൾ, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ നോക്കുമ്പോൾ ചെറിയൊരു തേയ്മാനമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് പുറമേ നിന്ന് അഴിച്ച് മാറ്റാവുന്ന ഒരു പാർട്ട് ആയതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മളത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. തീരെ മോശാവസ്ഥയിലേക്ക് ആയിട്ടില്ല. ക്ലച്ചിൻ്റെ ഭാഗം, ക്ലച്ച് ഷൂ വരുന്ന ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഈ ക്ലച്ച് ഷൂ ഒക്കെ അതിൻ്റെ പിന്നുമ്പോൾ ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കുക. അതായത് ആക്സിലേറ്റർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടി സ്പീഡ് ആവണതിനനുസരിച്ച് ഇത് ഇങ്ങനെ വികസിച്ച് വരണം. അപ്പോഴാണ് ക്ലച്ച് ഔട്ടറുമ്പോൾ പിടിക്കുള്ളൂ, വീല് ഇറങ്ങുള്ളൂ. ഇത് ശരിക്കും മൂവ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തേക്കാണ് അത് ഊരി കിട്ടാനായിട്ട്. കുറേ നേരം പണിപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ ഊരി പോന്നു. ബാക്കിയത്തെ രണ്ടും നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അത് അഴിച്ച് ആ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റേതായിട്ടുള്ള വലിയ കുറവ് വണ്ടിക്ക് ഉണ്ടായി കാണും. നമ്മൾ വലിയ കാര്യമായിട്ടുള്ള സ്പീഡ് യൂസ് ചെയ്യാത്തതാണ് മനസ്സിലാവാത്തതായിരിക്കുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു വീല് കംപ്ലയിൻ്റ് ഉണ്ട്. വീല് കംപ്ലയിൻ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് തന്നെ നല്ല ഉരച്ചിൽ സൗണ്ട് വരുന്നുണ്ട്. അത് ആ വീല് മാറ്റിയിട്ടാലാണ് ആ ഇത് മാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ബെയറിങ്ങിൻ്റെ ഭാഗത്താണ് പ്രോബ്ലം പറ്റേക്കണേ. അപ്പോൾ നമുക്കത് ബെയറിങ് മാറ്റുന്നതിലുപരി ആ യൂണിറ്റ് പാടി ചേഞ്ച് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഹോളുകൾക്കും അത്യാവശ്യം ഓവലായിട്ടുണ്ട്. ഈ പിന്ന് വന്ന ഹോളുകളാണത്. ആ ഹോളും ചെറുതായിട്ട് ഓവലായ ഒരവസ്ഥയുണ്ട്. മാറ്റി വിടണമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഓൾറെഡി നമുക്ക് അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഇതിനകത്ത് എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ നമ്മൾ മാറ്റിയിട്ട് പുതിയ ഓയിൽ ഫില്ല് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങളുടേക്ക് കറക്റ്റ് അതിൻ്റെ പീരീഡ്, സർവീസ് പീരീഡ് കറക്റ്റ് ആയിരിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വർക്ക് ക്ലിയറായിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ സിലിണ്ടർ കിറ്റ് അടക്കം മാറ്റിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്യാരണ്ടിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്യേണ്ട കേസ് വെച്ചാൽ കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കൃത്യമായിരിക്കണം, സർവീസ് കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. കാരണം അത് കറക്റ്റ് ചെയ്താൽ തന്നെയാണ് വാറണ്ടി കിട്ടുള്ളൂ. ഇനി അത് കറക്റ്റ് സർവീസ് ചെയ്യാതെയും ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കറക്റ്റ് പീരീഡുകൾ മാറ്റാതെയും നമ്മൾ വാറണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വാറണ്ടിക്ക് വന്ന ഒരു കാരണവശാലും അത് കിട്ടുക നമ്മളാകെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പറയുന്നത്. അത് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. ഇനി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ, യൂട്യൂബിനകത്തേക്ക് വന്ന വീഡിയോ അതിനകത്ത് തന്നെ നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തിയിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഹിസ്റ്ററി അതിനകത്ത് കിടന്നുള്ളൂ. പിന്നീട് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാനും പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്കത് ചെയ്യേണ്ട ഏതാ കിലോമീറ്റർ ആണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച്, അതിൻ്റെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ഇയർ വാറണ്ടി ഓൾറെഡി നമ്മളോടത് പറയും. അത് കറക്റ്റായിട്ട് എഴുതി തരും, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വർക്കാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് നമ്മളൊന്ന് റെഡിയാക്കാം. അതായത് സിലിണ്ടർ മാറ്റി, വാൽവ് മാറ്റി, വാൽവ് സീറ്റിങ് ഗൈഡ് മാറ്റി സീറ്റ് ചെയ്യുക, ക്യാം ഷാഫ്റ്റ് ബെയറിങ് മാറ്റാം. പിന്നെ അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഗ്യാസ്കറ്റുകൾ, റബ്ബറുകൾ, ആ ഐറ്റംസ് വരാം. ക്ലച്ചിലത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു വീല്, പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ, ഇത്ര ഐറ്റം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് സാധനങ്ങളൊക്കെ ഇപ്പോൾ ലെയ്ത്ത് വർക്ക് പോകേണ്ട ഐറ്റംസൊക്കെ ലെയ്ത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.